നാരദൻ. ഭൂമികുലുക്കി പക്ഷിക്കൊരു ചിന്തയുണ്ട്. അതിൻ്റെ പിൻഭാഗം കുലുങ്ങുന്നതനുസരിച്ചാണ് ഭൂമി ചലിക്കുകയും കുലുങ്ങുകയൊക്കെ ചെയ്യുന്നതെന്ന്. ഈ രാജ്യമൊട്ടാകെ ഗ്യാരണ്ടി ഇങ്ങനെ വാരി വാരി വിതറുന്നത് കാണുമ്പോൾ നാരദൻ ഓർമ്മ വരുന്നതും ഭൂമികുലുക്കി പക്ഷിയാണ്. കണ്ണൊന്നിറുക്കി സമ്മതം കൊടുത്താൽ മതി ആകാശത്തിൻ്റെ കാല് വരെ തട്ടിക്കളയാൻ ആളുണ്ട്. ഇങ്ങ് കൊച്ചു കേരളത്തിലാണെങ്കിൽ പൂരത്തിന് പോലും വിരിയും വോട്ടറെ സ്വാധീനിക്കുന്ന വിവാദങ്ങൾ. കാര്യമൊക്കെ ശരി, പക്ഷെ ഒന്നാം ഘട്ടം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേ ഗ്യാരണ്ടി കമ്പനിക്ക് സംഗതി കത്തി. പണി പാളി. ഇത് ഗ്യാരണ്ടിയിലും വാറണ്ടിയിലും നിൽക്കില്ല. ചെങ്കോലിൻ്റെയും കിരീടത്തിൻ്റെയും കാക്കാരിശി നാടകം ഹിറ്റാവുമെന്ന് കരുതിയ ഒരു കാലമുണ്ട്. പക്ഷെ ഏറ്റില്ല. വിവാദ പ്രതിഷ്ഠാ മഹാമഹത്തിൻ്റെ കാര്യമാണെങ്കിൽ പറയാനുമില്ല. ചത്ത കുഞ്ഞിൻ്റെ ജാതകം ആരെങ്കിലും വായിക്കുമോ? ഇലക്ഷൻ മാനിപ്പുലേഷൻ്റെ ഇന്ത്യ മേക്കിംഗ് പ്രൊഫഷണലിസത്തെ ലോകമാകെ കൊതിയോടെയാണ് നോക്കിക്കാണുന്നത്. ഇതൊക്കെ ട്രെയിലർ ആയിരുന്നല്ലോ. ഇനിയിപ്പോൾ മുഴുത്തത് വരേണ്ട സമയമായി. വെറുപ്പിൻ്റെയും വിഭജനത്തിൻ്റെയും രാഷ്ട്രീയമെന്നൊക്കെ അസൂയാലുക്കൾ പറയും. അതിനൊന്നും നിശ്ചയദാർഢ്യത്തെ തടയാനാവില്ല. ഒരു കൂട്ടരെ നുഴഞ്ഞുകയറ്റക്കാരെ എന്ന് വരെ വിളിച്ചു. അല്ലെങ്കിലും ഡിവൈഡ് ആൻഡ് റൂൾ ആണല്ലോ ഏകാധിപത്യത്തിൻ്റെ മൂലമന്ത്രം. ഇലക്ഷൻ കമ്മീഷനായാലും ചില കോടതികളായാലും നാവടക്കാനും പണിയെടുക്കാനും തുടങ്ങിയിരിക്കുന്നെന്നാണ് കേട്ട് കേൾവി. വിശദീകരണം തേടൽ, വിശദീകരണം കൊടുക്കൽ, അങ്ങനെ ചില ചടങ്ങുകളൊക്കെ ഉണ്ട്. അതൊക്കെ ആചാരപ്രകാരം നടക്കും. അതേസമയം വെറുപ്പിൻ്റെ കമ്പോളത്തിൽ സ്നേഹത്തിൻ്റെ കട തുറക്കാൻ ഒരാൾ വെയിൽ കൊള്ളുന്ന കാര്യം നാരദൻ ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. നിലാവത്ത് അഴിച്ചുവിട്ട കോഴിയെ പോലെ തെക്കുവടക്കുള്ള ആ നടപ്പ് കണ്ടാൽ ആരും വിളിച്ചു പോവില്ലേ ആ പഴയ വട്ടപ്പേര്? അതേ കൊച്ചു കേരളത്തിലും ഉണ്ടായുള്ളൂ. ഇന്ത്യ മുന്നണിയിൽ ഉണ്ടെന്നൊക്കെ പറയാതെ പറഞ്ഞ് കണ്ണടച്ച് പാല് കുടിക്കുന്ന പാർട്ടിയില്ലേ? അതിൻ്റെ ഒണാന്ത ഒള്ളി വൺ നേതാവില്ലേ? പുള്ളി പോലും വിളിക്കാതെ വിളിച്ചുപോയി ആ വട്ടപ്പേര്. കേസെന്നും അറസ്റ്റെന്നും ഒക്കെ പറഞ്ഞ് നേതാവിനെ ചൊറിയാൻ വന്നപ്പോഴേ നാരദൻ ഉറപ്പിച്ചതാ വട്ടപ്പേര് വിളി നടക്കുമെന്ന്. അവിടം കൊണ്ടും തീർന്നില്ല. ശിങ്കിടി വരെ സ്നേഹക്കടയുടെ DNA തപ്പിയിറങ്ങി. ഏതായാലും തെരഞ്ഞെടുപ്പ് ഒരു ഉത്സവം തന്നെ, ജനാധിപത്യത്തിൻ്റെ മഹോത്സവം. ചില പാർട്ടികൾ ഉണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യ ഉണ്ടാവൂ. അത് അച്ചട്ടാണ്. ഇന്ന് രാവിലെ വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്ന് മസാലദോശ കഴിച്ചപ്പോൾ നാരദൻ ഇക്കാര്യം ഓർത്തതാണ്. നാരദൻ ആവശ്യപ്പെട്ടതൊരു മസാലദോശ. കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഇരിക്കുന്നു സൈഡിലൊരു വട. മുറിച്ചാൽ നൂല് വരും. റിലീസായിട്ട് 4 ദിവസമായി. വേണ്ടെന്ന് പറഞ്ഞിട്ടും സമ്മതിക്കില്ല. സ്നേഹപൂർവ്വം പറയുന്നു വെറുതെ ഇരിക്കട്ടെ, ഫ്രീ ആണെന്ന്. എന്താ കഥ അല്ലേ? നാരദൻ.